ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് പിക്കിളിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊരു സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറികളുടെ ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വത്തൽ എന്നാണ് പറയൽ. പല നാട്ടിലും ഇതിന് പല പേരുകളുണ്ട്. ഫിഷ് വന്നിട്ട് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫിഷിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പൊടികളായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അച്ചാറിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, പിന്നെ നമുക്ക് അച്ചാറിന് ആവശ്യമായ അളവിലുള്ള വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്കിത് മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഇവിടെ ഓയിൽ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ എടുക്കുന്നതാവും നല്ലത്. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഫിഷ് ഓരോ ബാച്ചസ് ആയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഓയിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, അച്ചാറിൻ്റെ പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഉലുവയും കടുകും പൊടിച്ച് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമ്മളുടെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് എടുത്തത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.